ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി ഭൂതത്താങ്ങിട്ട്. മഴ, കൂട്ടാരിമാരൊക്കെ ഉണ്ട്. നല്ല ഫോണിൽ നല്ല ക്യാമറയിൽ മാത്രം ഫോട്ടോ എടുക്കുന്നത്. ഒരാളിവിടെ നിൽക്കുന്നുണ്ട്. സുനജ ചേച്ചി ഹലോ ഗായ്സ്, ഇത് സാബിറ, ഇത് രാധിക, ഇത് സുനജ, ഇത് പിന്നെ സാബിറയുടെ മൂത്ത ഒരു സന്തതി, പിന്നെ ഇളയ സന്തതി. അതെന്താ ഉദ്ദേശം? വേണമെങ്കിൽ നിൽക്കാൻ അവൾക്ക് 40 വേണം. ഗൈസ്, ഞങ്ങൾ രണ്ടുപേരുടെയും ടൂറ് വന്ന സ്ഥലത്തൊരു നല്ല സ്ഥലം കണ്ട്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഉമ്മച്ചാണെങ്കിൽ ഇവിടെ എല്ലാവരോടും പറയണ്ടേ, എനിക്കാണെങ്കിൽ ഇവിടെ ആരെയും അറിയാൻ പോലും പാടില്ല. എല്ലാ അമ്മമാരും ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ് ആ സ്ഥലം. ഇവിടെ നിറച്ച് പുഴയും ഒരില പോലും മര്യാദക്കില്ലാത്തൊരു അമ്പഴങ്ങ മരമാണ്. അമ്പഴങ്ങയാണ്. പാത്തു പാപ്പാനെ വിളിച്ചിട്ട് കുറ്റം പറയുന്ന രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഗൈസ്. ഇതാണ് ഗൈസ് അനീതിയുടെ ഔട്ട്ഫിറ്റ്. അഹങ്കാരമൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ എന്താ ഭയങ്കര ജാടയാണ് ഗൈസ്. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ പോകും. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഉമ്മിയുടെ ഔട്ട്ഫിറ്റ്. അതായത് ഗൈസ് ഉമ്മയുടെ ഔട്ട്ഫിറ്റ് പുതിയത് ടൂറിന് വേണ്ടി മാത്രം വാങ്ങിച്ചാണ്. പിന്നെ കൂടെ നിൽക്കുന്നത് ഉമ്മയുടെ കമ്പനിയിൽ ഉമ്മയുടെ ഒരു സഹപ്രവർത്തക കൂട്ടുകാരി രാധിക ചേച്ചിയാണ്. ഉമ്മച്ചിനേക്കാളും വൈകി രാധിക ചേച്ചി തന്നെയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ പറയാട്ടോ, ഭൂതത്താങ്കെട്ടിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നേക്കുന്നത്. പക്ഷേ പ്രശ്നം ഭൂതത്താങ്കെട്ട് തുറക്കാൻ ടൈമായിട്ടില്ല. ഞങ്ങൾ ഇച്ചിരി കൂടി നേരത്തെ എത്തി. ഞങ്ങൾക്ക് വൈകിട്ട് നേരത്തെ എത്തണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കാലത്ത് നേരത്തെ ഇറങ്ങി. പക്ഷേ സ്ഥലത്തെത്തിയിട്ടില്ല. ഇവിടെ അടിപൊളി ഒരു ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ്. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ മെയിൻ സാറ് വന്ന് റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നു. കുറേ പേരുണ്ട്. 70 അടുത്ത് പേരുണ്ട്. ഇവളുടെ ചാട കൊടുക്കാത്ത കുട്ടി അടിച്ചാണ്.